കൺമണി അൻപോടു കാതലൻ ലലലാ. പലർക്കും പല കഴിവുകളും ഉണ്ടല്ലേ. പാട്ട് പാടാനൊരു കഴിവ്, ഡാൻസ് കളിക്കാനൊരു കഴിവ്, ടെക്നിക്കലായിട്ടുള്ള കഴിവുകൾ, ഫിസിക്കലായിട്ടുള്ള കഴിവുകൾ, ഒരുപാട് കഴിവുകൾ ഉള്ളവരുണ്ട്. പക്ഷേ ചിലരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിവുകളൊന്നും ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് നല്ല അങ്ങനൊരു കഴിവുണ്ട്, ഞാൻ അത് വെച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു ജോലി സമ്പാദിച്ചു, എനിക്ക് കീഴേ കുറച്ച് പേര് വന്നു, അവരെ കൊണ്ട് ഞാൻ വർക്ക് ചെയ്യിക്കുകയാണ്. അവരെ കൊണ്ട് ഞാൻ വർക്ക് ചെയ്യിക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ അവർ വർക്കേഴ്സ് ആയിരുന്നു, പിന്നീട് അവര് കുറച്ച് ഹൈ ലെവലിലൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവര് അവരുടെ കഴിവ് എന്തായിരുന്നോ അതിനെ പൊടി തട്ടിയെടുക്കത്തില്ല. അതിങ്ങനെ ഇരുന്ന് തുരുമ്പിച്ച് ഒരു പരുവായിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അത് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്റ്റേജ് വരുന്നത് പല സമയത്തും കണ്ടിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അനുഭവിച്ചിട്ടുമുണ്ട്. അതായത് എന്ത് കഴിവ് നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അതിനെ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീടത് പ്രവർത്തനക്ഷമമാക്കാൻ കുറച്ച് പ്രശ്നമാണ്. ഞാനൊരു കഥ പറയാം, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. ഒരിടത്ത് ഒരു കഴുകനും, അതായത് ഒരു കാട്ടില് ഒരു കഴുകനും ഫാമിലിയും ഉണ്ടായിരുന്നു. കഴുകന്റെ ഭാര്യ ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. അപ്പം എല്ലായിടത്തും ഭയങ്കര ചൂടാണേ, വരൾച്ചയൊക്കെ സംഭവിച്ച് വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ, കാടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പല മൃഗങ്ങളും പല സ്ഥലങ്ങളിലേക്ക് ചേക്കേറാനായിട്ട് തുടങ്ങി. അപ്പൊ ഇവരുടെ അടുത്ത് കുളവും വെള്ളവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോ അതൊന്നും അവിടെ അവൈലബിൾ അല്ല, ഒക്കെ തീർന്നുപോയി. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയും കൂടെ, അതായത് അച്ഛൻ കഴുകനും അമ്മ കഴുകനും കൂടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദൂരേക്ക് പോയി. അപ്പൊ കുറെ അങ്ങ് പോയതിന് ശേഷമാണ് ഇവർക്ക് ഭക്ഷണം ഒക്കെ കിട്ടുന്നത്, വെള്ളം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തിരിച്ചൊരു കൂട്ടിൽ വന്ന് ഭയങ്കര ക്ഷീണതയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാ പുറത്ത് ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുന്നു. ഈ അച്ഛൻ കഴുകൻ എന്ത് ചെയ്തു, വീടിന്റെ കൂടിന്റെ പുറത്തിറങ്ങി നെത്തി വലിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കുറേ കഴുകന്മാരിങ്ങനെ നടന്നു പോകുന്നടോ, അല്ല പറന്നു പോകുന്നടോ. അപ്പം ഇവരാലോചിക്കണത് എങ്ങോട്ടാണ് ഇതുങ്ങളൊക്കെ ഈ പോകുന്നത്. അപ്പോൾ അറിയാൻ എന്താ ഒരു വഴിയെന്ന് ആലോചിച്ചിരുന്നത്. ഏറ്റവും പുറകിൽ പോയിരുന്നിരുന്ന ഒരു കഴുകൻ പെണ്ണ് തിരിഞ്ഞു നിന്നിട്ട് ഇവരുടെ അടുത്തേക്ക് പറന്നു വന്നു കേട്ടോ. അപ്പം ഈ കഴുകൻ എന്തായിരുന്നു, ഒരുപാട് ഇങ്ങനെ ദൂരം ഇവര് യാത്ര ചെയ്ത് വരുന്നതല്ലേ. അപ്പം ഒരിടത്തും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ദാഹം തോന്നി. അപ്പൊ അതൊരു കൂട് കണ്ടുകൊണ്ട് അവിടേക്ക് തിരിച്ച് പറന്നു വന്നതാണ്. അപ്പം ഈ കഴുകന്റെ അടുത്ത് ഈ കഴുകത്തിപ്പെണ്ണ് ഇങ്ങനെ വെള്ളം ചോദിച്ചു, കുറച്ച് വെള്ളം ചോദിച്ചു. അപ്പോൾ ഒരു വെള്ളമൊക്കെ കൊടുത്തു. വെള്ളം കൊടുത്ത് അതിന്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോവാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കഴുകൻ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ടാണ് ഈ പറന്നു പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കഴുകൻ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അവിടെ നാട്ടില് ഭയങ്കര വരൾച്ചയും ഒക്കെ പ്രശ്നങ്ങളാണ്, ഭക്ഷണം കിട്ടാനില്ല, വെള്ളം കിട്ടാനില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൂരെ ഒരു കാട്ടില്, അതായത് അവിടെ ഒരു ദ്വീപുണ്ട്, അവിടെ ധാരാളം ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ട് എന്നറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പറന്ന് പോവുകയാണ്, അവിടേക്ക് താമസം മാറ്റുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലിരുന്ന പെൺകഴുകൻ ഇത് കേട്ടു. പിന്നെ അവിടെ ഇരിക്കപ്പുറത്തുണ്ട്, ചാടി പുറത്തിറങ്ങിയില്ലേ. എന്നിട്ട് ഹസ്ബൻഡിന് ഇങ്ങനെ ചെവിടും വന്നാൽ തുടങ്ങി, അവരുടെ കൂടെ പോവാം, നമുക്ക് അവരുടെ ഒപ്പം പോവുകയാണെങ്കിൽ ഒരു കൂട്ടുണ്ടല്ലോ, ഇവിടെ കിടന്ന് നമ്മൾ ഭക്ഷണമൊന്നും ഇല്ലാതെ നരകിച്ച് ചാവുമല്ലോ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കഴുകനെ സംബന്ധിച്ച്, ഈ അച്ഛൻ കഴുകൻ ഒരു കുഴപ്പമല്ല, ഒരു ഗുണമുണ്ട്. പുള്ളി ഒരുപാടൊക്കെ ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കുള്ളൂ കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പുള്ളിയുടേതായ രീതിയിൽ കുറച്ച് ചിന്തിച്ചതിനൊക്കെ ശേഷം മാത്രമാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ഈ പെണ്ണ് ഇവിടെ കിടന്ന് അലപ്പങ്ങോട്ട് തുടങ്ങി. അവസാനം ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എന്നാ ബാ നമുക്കും ഇവരുടെ കൂടെ പോയി കളയാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ അങ്ങോട്ട് കൂടി പറന്ന് പോയി. കുറേ പറഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ അകലെ കാണാം ദ്വീപ്. കാണുന്നത് തന്നെയാണ് എന്തുമാത്രം അതായത് ഇവർക്ക് മുന്നേ പോകുന്ന കഴുകന്മാരൊക്കെ അവിടെ അതിന്റെ തീരത്ത് അവിടെ വെള്ളത്തോട് ചേർന്നൊക്കെ ഇരുന്നിട്ട് ഭയങ്കര വെള്ളം കുടിക്കുന്നു. മീനുകളൊക്കെ ഇങ്ങനെ ഞണ്ട് മീനൊക്കെ ഇങ്ങനെ തുള്ളി കളിക്കുകയാണ് അതിലൂടെ. അതിനെയൊക്കെ പിടിച്ച് തിന്ന് അറുമാദിച്ച ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ച അവശരായിട്ട് അവിടെ നിൽക്കുന്നതാണ് കണ്ടത്.
ഇവരും അവരോടൊപ്പം ചേർന്നു. നല്ല ഫുഡ്, ധാരാളം വെള്ളം, എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പൊ ഇവരിങ്ങനെ എന്താ അതിൽ മതിമറന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ ഈ കഴുകന്റെ ചിറകുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കര പവർഫുൾ ആയിരിക്കും, ഭയങ്കര സ്പീഡിൽ അങ്ങനെ ഉയരത്തിലൊക്കെ ഒരുപാട് പറക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ, ഇവർക്കിപ്പോ ഇവിടെ ഒത്തിരി വെള്ളമുണ്ട്, അതുപോലെ തന്നെ മീനുകൾ ഇഷ്ടം പോലെ. ആ നിൽക്കുന്നിടത്ത് നിന്നാൽ പോലും എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇവർക്ക് അനങ്ങേണ്ടി വരുന്നില്ല, പറക്കേണ്ടി വരുന്നില്ല, വേറൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വരുന്നില്ല. അപ്പം അങ്ങനെ ആയപ്പം ഈ അച്ഛൻ കഴുകന് മനസ്സിലായി ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ എല്ലാവരോടും പറഞ്ഞെങ്കിലും ആരും അതൊന്നും കേട്ടില്ല കേട്ടോ. പക്ഷെ ഇവരുടെ ഫാമിലിയെ വിളിച്ചുകൊണ്ട് ഈ കഴുകൻ എല്ലാ ദിവസവും കുറേ നേരം പറക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പൊ ഈ ഭക്ഷണം കഴിച്ച് വീർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊന്നും പറക്കാൻ വയ്യാണ്ടായി. പക്ഷേ എങ്കിൽ ഇവരെന്ത് ചെയ്തു, ഈ അച്ഛൻ കഴുകൻ എന്ത് ചെയ്തു, ഇവരെ വിട്ടിട്ട് ദൂരേക്ക് അങ്ങോട്ട് പറന്നുപോയി. അപ്പം ഇനിയിപ്പോൾ അച്ഛൻ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണോ എന്ന് കരുതിക്കൊണ്ട് അമ്മയും മക്കളും പുറകെ പറന്നു. അങ്ങനെ അവർ ഒരു പ്രകാരത്തിൽ കുറച്ച് ദിവസവും കുറേ നേരം ഇങ്ങനെ പറക്കാൻ തുടങ്ങി. മറ്റുള്ളവർ ഇവരെ കളിയാക്കാനും തുടങ്ങി. എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത്? ഇഷ്ടംപോലെ ഭക്ഷണം ഇവിടെ ഉണ്ടല്ലോ, വെള്ളം ഇവിടെ ഉണ്ടല്ലോ, വേറെ എങ്ങോട്ടേക്കും നമുക്ക് പോകേണ്ട ആവശ്യമില്ല, പിന്നെ ഇത്ര ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ പറന്ന് കളിക്കേണ്ട കാര്യം എന്തിട്ടാ? അച്ഛൻ പറഞ്ഞില്ല, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ കൂടെ പോരെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഇവർ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഷിപ്പ് വരുന്നുണ്ട്. എന്താന്ന് എഴുതി ഇവരാകെ ഒന്ന് അങ്കരാപ്പിലായി. അപ്പൊ അത് തീരത്തോടടുത്തു. കുറച്ച് മനുഷ്യര് അതിൽ നിന്നിറങ്ങി. ശേഷം ഇറങ്ങിയവരെ കണ്ടിവർ ഞെട്ടി. കുറെ വന്യമൃഗങ്ങൾ കൂടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ നാട്ടില് വരൾച്ച മൂലം അവിടെയുള്ള വന്യമൃഗങ്ങളെയും മറ്റും ഇവര് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ് കാണുന്നത്. അപ്പം ഇവർക്ക് എന്താ വെച്ചാൽ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ഫുഡും കാര്യങ്ങളും പക്ഷികളും ഒക്കെ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പം ഇവര് കണ്ണി കണ്ടവരൊക്കെ വാരി വലിച്ച് തിന്നാനും അതും ഇതൊക്കെ തുടങ്ങി. ഈ കഴുകന്മാർക്ക് എന്താണ്, ഇവര് തിന്ന് വീർത്തിങ്ങനെ നിൽക്കുന്നത് കാരണം ഇവർക്ക് ഇവിടെ നിന്ന് അനങ്ങാനോ ഓടാനോ പറ്റുന്നില്ല, പറക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ മറ്റവരെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഓരോരുത്തരും പിടിച്ച് തിന്നാൻ തുടങ്ങി. ആപത്ത് മണത്ത് നമ്മുടെ ഈ കഴുകൻ എന്ത് ചെയ്തു, ഇവരിടയ്ക്ക് പറക്കാൻ പോകുമായിരുന്നല്ലോ. അപ്പൊ അവരുടെ ചെറുതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അവര് സർവ്വശക്തിയും എടുത്ത് പറന്നുയർന്ന് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഈ മറ്റുള്ളവരെ ഇവരുടെ ഇരയായി തീരുകയാണ് ചെയ്തത്. അതായത് ഇപ്പം ഇതിൽ നിന്നും ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കുള്ള കഴിവുകൾ അത് എന്തായെങ്കിൽ പോലും നമുക്ക് ആ ഒരു സമയത്ത് അത് ആവശ്യം വരുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചും കൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യം വരുന്ന ആ ഒരു സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പൊ ഇതിപ്പോ ചിറകുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മളിപ്പം എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള അറിവുകൾ അറിയാവുന്നവരാവട്ടെ, അങ്ങനെ പല രീതിയിലുമുള്ള അത് നമ്മളത് അതിനെ പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അതുമായിട്ടുള്ള ടച്ച് വിട്ടുപോകും. ഇപ്പൊ നമ്മളൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളും കൂടെ അതിനകത്തേക്ക് ഇൻവോൾവ് ആയിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. പക്ഷെ കുറെ നാളുകളായിട്ട് നമുക്കതിന്റെ ടച്ച് വിട്ടുപോയി. കമ്പനിയൊക്കെ വളർന്ന് ഇങ്ങോട്ട് പോകുന്നു, നമുക്ക് അതിന്റെ ടച്ച് വിട്ടുപോയി. ജോലിക്കാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആവും. പിന്നീട് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെ ഉള്ള ഇഷ്യൂസൊക്കെ അവിടെ വരും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു യോഗ ട്രെയിനർ ആണ്. പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എന്നതിലപ്പുറം എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ചെയ്യൽ വളരെ കുറവായിരുന്നു. അത് നമ്മുടെ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ. അതുവരെ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല സ്ലിം ആയിട്ടിരുന്നായിരുന്നു. പക്ഷെ ഞാൻ ചെയ്താലല്ലേ എനിക്കതിൻ്റെ ഗുണം കിട്ടുള്ളൂ. എനിക്കറിയാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവരുടെ കുറയും എൻ്റെ കുറയണമെന്നില്ലല്ലോ, എനിക്കത് യൂസ്ഫുൾ ആവത്തില്ലല്ലോ. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഞാനിപ്പോ എനിക്ക് ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ അന്ന് ചെയ്തതുപോലെ എനിക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഇനി ആയി വരണം. മനസ്സിലാവും? നമുക്ക് എന്തറിയാം എന്നതിലല്ല, അത് നമ്മളത് എങ്ങനെ ആ അറിവ് നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് ഉള്ള കഴിവുകളെ നമ്മളത് നശിപ്പിച്ച് കളയാതെ അതിനെ വീണ്ടും പരിപോഷിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്ക് അന്ന് ഉപയോഗിക്കാമല്ലോ, ഇനി ആവശ്യം വരുമ്പോൾ അത് കൊടുത്തിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിക്കരുത്. എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ അതിനെ കൂടെ കൊണ്ട് നടക്കുക.
മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മടി പിടിച്ചിരിക്കരുത്, ഒന്നിനും ഒരു കാലത്തും മടി പിടിച്ചിരിക്കുന്നത്. മടി പിടിച്ചാൽ പണിയാണ് ദാസ, പണിയാണ്. പിന്നെന്താ പിന്നൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോലെ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.